ഈ ഇരിക്കുന്നവൻ കളിയാക്കി കാണിക്കുന്നത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിൽ ചീന്തി എടുത്തൊരു ചിലങ്കയാണ്. ഇച്ചിരി ഓവറല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദൃഷ്ടിക്ക് ദോഷം കിട്ടണമെങ്കിൽ എണീറ്റ് പോടാ. ഇത് ഇങ്ങനെയല്ല ചെയ്യണത്, ഇങ്ങോട്ട് നോക്ക്. ഈ അന്നനാണ് അന്നനെ അത്താഴ പഷ്ണിക്കാരെ പോഷകം കാണിച്ച് പോക്കറ്റിലാക്കിയത്. ആസാമി ഗോസ്വാമി ഗുഹ്യസ്വാമി ആസനം വിറപ്പിക്കും പന്നാസ്വാമി. ആമ്പലും ഊമ്പലും പച്ചിലപ്പായലും മുക്കലും മൂളലും 312 തുപ്പലും പിണ്ടവും പുളുക്കയും പിന്നെ അണ്ണന്റെ 5 വിരലുമാണ് പ്രേക്ഷകരുടെ മലം കവർന്നത്. ഹെർബൽ ഗുണ്ടർട്ട്. എന്റെ ഇതെന്തോന്നടേ കടിച്ചവന്റെ വായിക്കാതെ റിട്ടേൺ ഇറങ്ങിയ വരെ. ഇതെങ്ങനെ ബർഗറിനകത്ത് ആരും കാണാതെ കയറി ഇരുന്നത്? വെറും പിരിക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഫേക്ക് ആയിരിക്കും അല്ലേ? രമേശ് മേപ്പാടി പോലും തിന്നൂലേ ഈ ബർഗർ. നിങ്ങൾ രസിத்து കൊണ്ടിരുപ്പത് കേക്ക് ഈറ്റിംഗ് ചാലഞ്ച് നോൺ സ്റ്റോപ്പ് അവർ റാത്തം. കേക്കിനെ കമഴ്ത്തിയിട്ടിട്ട് ചോറ് പോലെ വരെ തിന്നണം. എവളെ മേലെ ഒരു ബർത്ത്ഡേ ഞാനും വിളിച്ചോവല്ലേ. തിന്നൊക്കെ കണ്ടാ തിന്നാച്ചാമി തിക്കട വെട്ടി വീഴും. വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് ഒഴിക്കണ കുഴച്ച് തിന്നണം. അയ്യാ, കേക്കിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. സുഹൃത്തുക്കൾ, ഇതാണ് കേക്ക് കീമ കറി. அடப்பாவி அழுக்கப்போயிலே தடத்துணி ഞാൻ எங்கேயோ பார்த்திருக்கே. உன்னுடைய தைரியம் ഉണ്ണിയാർച്ചയ്ക്ക് പോലും ഇല്ലേ. ഉടലും ഉയിരും ഊഷ്യാവത് ഉയിരോടെ ഉണ്ടാന്തോ ഇപ്പൊ ഇവൻ. ഡിസ്റെസ്പെക്ടിന്റെ ദേവ ധാഷ്ട്യം ഗർവിച്ചവനെ, റോക്കി ബൈക്ക് രാസലീല ചെയ്തവനെ, കുളച്ചൽ യുദ്ധത്തിന് കുളിക്കാതെ പോയവനെ കൊല്ലണ്ടല്ലേ വിട്ടേക്ക. ഇവൻ പൊതുവികാരത്തിനെതിരാണ്. ഇവ ആളൊരു വിരുദ്ധനാണെന്ന് തോന്നണേ. മൺചട്ടിയിലും മൺകപ്പിലൊക്കെയാണ് ചായ ഉണ്ടാക്കി കൊടുക്കണം. ഇവന്റെ ചുണക്കൻ ചെറുകുറുക്കൻ ഒരു 10 കൊല്ലം കഴിഞ്ഞ് രാഷ്ട്രീയ ക്രിയാദോഷിയായിട്ട് കാണേണ്ടി വരും എന്തോ ഇവന്. അതിന്റെ ഇടയിൽ കൂടെ ചായ അടിക്കുമ്പോ മീശ മുടി വെട്ടുമ്പോ മൂത്രം ഒഴിക്കുകയും ചെയ്യുവൻ. ഇവൻ ചത്തിട്ടില്ലെങ്കിൽ ഇവന്റെ ഒരു ചായ വാങ്ങിച്ച് ചൂടോട് കുടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പം നീ എന്തായാലും കാണിച്ച ശരിയായില്ല. ആ കൊടിയിലുള്ളത് അമ്പുജൻ തന്നെ എന്നുള്ളത് കാണിച്ചത് ശരിയായില്ല കേട്ടാ. ഇടർക്ക് റോക്കി ബായ് റിയൽ ഒന്നുമല്ല. ശക്തിമാനും സച്ചിൻ ടെണ്ടുൽക്കറും ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുന്ന മണ്ടനാണ് ഇവൻ. റോക്കി ബായ് ഇവനെ രക്ഷിക്കാൻ വരുന്നുള്ള രീതിയിലാണെന്തോ ഈ ഹർക്കത്തൊക്കെ കാണിക്കണം. മിത്രങ്ങൾ വന്ന് ഇത് കണ്ട് പത്രത്തിൽ പതിപ്പിച്ചാന്തോ ഇവന്. എന്തായാലും ഇത് ഇച്ചിരി കവച്ച കൈയായി പോയാട്ടാ. കാര്യമായിട്ട് എന്തോ കലിപ്പുണ്ട് ഇവൻ ഈ സംഘടനയായി. സുഹൃത്തുക്കളെ, ഇന്ത്യ ഒരിക്കലും ഒരു നൂബ് കൺട്രി അല്ല. ഇന്ത്യ 18+ മുകളിലോട്ടുള്ളവരുടെ മാത്രം കൺട്രിയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു ഇവൻ കള്ളവാറ്റ് എന്താ ഉണ്ടാക്കണമെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇവൻ മാഗി വെച്ച് എന്തോ അൽക്കുലത്ത് പരിപാടിയാണ് ഉണ്ടാക്കണേന്ന്. അവനെ കണ്ടിട്ട് അവന്റെ മുതുമുത്തച്ഛനാണ് അരിസ്റ്റോട്ടലിന് അരിഷ്ടം ഉണ്ടാക്കി കൊടുത്തേന്ന് തോന്നുന്നു. ആസ്ട്രോനട്ടിന് അണ്ടിപ്പരിപ്പ് കൊടുത്തു വിടാൻ പോലും ഇവൻ മടിക്കൂല ഇവന്റെ സ്വഭാവം വെച്ച്. നിങ്ങൾ ഇത് കാണുവിൻ കൂട്ടുകാരെ. മാഗി വെച്ചും പുതിയ ഇന്ധനം ഉണ്ടാക്കി. മാഗിയോ അതിന്റെ പൊടി ഈനയും കുപ്പി വെള്ളവും വെച്ച് ഇവൻ തീ ഉണ്ടാക്കി കളഞ്ഞടേ. ഇറ്റ്സ് എ ഡോക്ടർ എ ഡേ ടു കീപ് ആപ്പിൾ. പാരഷൂട്ടിന്റെ വെളിച്ചെണ്ണയ്ക്ക് പെട്രോളിന്റെ പവറാ. ബൈക്കിന്റെ ടാങ്കിൽ പെട്രോളിന് പോരാ മാഗിയും പാരഷൂട്ടും വെളിച്ചെണ്ണയും ഈനോട്ട് കത്തിച്ച് ഓട്ടിച്ചു നോക്കിയാല. എന്നിരുന്നാലും ഈ സിമ്പിൾ സയൻസ് നിക്കോള ടെസ്ലയുടെ തലയിൽ പോലും വന്നില്ലല്ലോ. ഇവനാണ് അവൻ അട്രോസിറ്റിയെ ആരാധിച്ചവൻ. ന്യൂട്ടന് വരെ നാണക്കേടുണ്ടാക്കിയവൻ. ലക്ഷ്മി ദേവിക്ക് വരെ ലക്ഷ്യം തെറ്റിച്ചവൻ. കെമിക്കൽ കുഞ്ചു. ആ ചമ്രം പറഞ്ഞിരിക്കുന്ന അവനെ ഒരു സ്വയം മിസറബിൾ മണ്ടുവോ നാട്ടുകാരെ മൊത്തം മൊണ്ണയാക്കാൻ നോക്കിയാണ്. ഇത് നീ തിന്നു കാണിക്കാതെ നടന്നാണെങ്കിൽ എന്റെ തലയിൽ ഞാൻ ചിരട്ട എടുത്ത് എറിഞ്ഞു. ഇവൻ വേണമെങ്കിൽ മാഗി വെച്ച് MDMA BSNL ഒക്കെ ഉണ്ടാക്കി കളയും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ എന്തുണ്ട് ഇനി പരീക്ഷണ വിധേയമാവാൻ. ഡയറി മിൽക്ക് ഫ്ലേവേർഡ് ചോറത്രേ. ഇവൻ BSc ബുദ്ധിമോശം പഠിച്ച് തോറ്റവനാണെന്ന് തോന്നുന്നു. തലക്കകത്ത് തറവാട്ട് സ്വത്ത് മാത്രം കൊണ്ടുവന്ന ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും. മനുഷ്യ ഇത്തിരി മാനത്ത് നോക്കി മിണ്ടായി അടക്കാന്ന് വെച്ചാൽ പോലും ഇപ്പൊ ഇതൊക്കെയാണ് ഓർമ്മ പറഞ്ഞത്. ഉറങ്ങണമെങ്കിൽ പോലും 1.5 ചാക്ക് ഉറക്ക ഒളിയാണ് ഇപ്പൊ. അവൻ ഉണ്ടാക്കി വെച്ചേക്കണ് ചോക്ലേറ്റ് വെച്ച് ചോറ്. ചിന്ത ജുറോമ് പോലും ഇങ്ങനെയൊന്നും ചിന്തിക്കൂല. ആരും ഉണ്ടാക്കി തിന്നല്ലേ ഇതൊന്നും കണ്ടുകൊണ്ട്. പാരാത്രി പടക്കം പൊട്ടിച്ചെന്ന് പറഞ്ഞ അയലോക്കത്ത് വീട്ടുകാരുണ്ട് കേസ് കൊടുക്കുക. അത് മനസ്സിലായ മെൻ ആർ ബ്രേവ് അല്ലേ. നോർത്തിലാണെങ്കിൽ ഇതിന്റെ 450 വെർഷൻസ് വേറെ ഉണ്ട്. 11 ചോറുണ്ടാക്കിയെങ്കിൽ ഇവിടെ ഇവര് പൊറാത്ത ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കണമാരത്ത് ഒറ്റ വാക്കിൽ ഹേറ്റ് ഫ്രം എർത്ത് എന്ന് മുഖത്ത് നോക്കി പറയണം. വെരിഫൈഡ് വാണങ്ങൾ തന്നെ ഉമരല്ല. ഈ ഇനത്തിനൊക്കെ എന്ന് വംശനാശം വരുമോ എന്തോ. അതിപ്പോ ഡയറി മിൽക്ക് ഇട്ട് ഷേക്ക് അടിച്ചു കൊടുക്കുമെങ്കിൽ ഇതും വേണമെങ്കിൽ തിന്നാവോ. ആഹാരം അങ്ങനെയാണ്. അറിയാതെ ആരെങ്കിലും അടിപൊളി എന്ന് പറഞ്ഞാൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ അടിപൊളി എന്ന് പറയും. ചട്നിക്കും പകരം ഡയറി മിൽക്ക് സിൽക്ക് ടോപ്പിങ്ങിന്. ഇതിപ്പോ അവിടെ നിന്ന് ഒരു 5 പൊറോട്ട 1/2 ഗ്ലാസ് വെള്ളം കുടിച്ച 5000 ബില്ല് വരെയല്ല. എന്നാൽ ആരാണ് ഈ ഉണ്ടാക്കുന്നവൻ? ഇനി ഇവനാണോ പാണ്ഡവനിൽ പ്രധാനിയായ പാണ്ഡുവിന് പ്ലാസ്റ്റിക് കവർ പാരിതോഷികമായി കൊടുത്തവൻ? ഒരു കൈക്ക് 9 അടവ് പഠിച്ച ഓട്ടൂരാൻ ഉണ്ടാക്കുന്ന ഉഷ്ണ കേക്ക് ഓടി വന്ന ഒരെണ്ണ ഓട്ട കിച്ചേന്ന് ഒരണ കൊടുത്ത് ഒറ്റ ഇരിപ്പിന് തിന്നാ ഓരിയിട്ട് ഓടാം. ഓട്ടക്കാരനെ ഓന്ത് പിടിച്ച പോലെ ഓടാം. ഇത് ഉണ്ടാക്കുന്ന ഉൽപ്പാദി പഴയ ഫോർമുല 1 ഫ്രഞ്ച് കിസ്റ്ററാണെന്ന് തോന്നുന്നു. കൈയുടെ സ്പീഡ് കാറ്റിന് പോലും ഇല്ല. ബ്രോക്ക് ലെസ്നറിന്റെ മുതുവിലെ വിയർപ്പ്, ഗോഡ്സില്ലയുടെ വാലിന്റെ പകർപ്പ്, മൈക്കൽ ജാക്സന്റെ ചുണ്ടിന്റെ ചുവപ്പ്, സൽമാൻ ഖാന്റെ ശരീരത്തിന്റെ ചവർപ്പ്. ഇത് ഇത്രയുമാണ് ഈ കേക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ്. കുളം കലക്കാനും കിണർ ഇറക്കാനും ഇതേ കൈ. ആന്തരണ കുപ്പില് കുട്ടിച്ചാത്തന്റെ കുടുക്ക കരിച്ചതാ. സത്യം ഞാൻ ഇത് കണ്ടങ്ങ് ഗർഭിച്ചു പോയി. അവന്റെ കൈതോടെ ഇനി അവിടെ ചാരിക്കണ ചേച്ചിമാരെ ചത്ത് അല്ല ഒന്നുമില്ല. ഇത് ഉണ്ടാക്കണ ആള് വൈൽഡാണ്. ഇവനാണ് അവൻ ടാർസനെ തെങ്ങിക്കേറാൻ പഠിപ്പിച്ചവൻ. അവന്റെ കയ്യില് രോമമൊന്നും കാണാനില്ല. അത് കഷണ്ടി വന്ന കരടി കരഞ്ഞോണ്ട് അതിന് കടം കൊടുത്തായിരിക്കും അല്ലേ. ഇതിന് തെറിച്ചു വീണ രോഗശകലം ഭക്ഷിച്ച് 1 കിലോ വെയിറ്റുള്ള വേട്ട വളിയന്മാര് വരെ കാണും അവിടെ. ഇന്ദ്രിയ ഉന്മൂലനത്തിന് ഈ ഉണ്ണാമന്റെ ഉണ്ടാക്കിയ കേക്ക് വാങ്ങിച്ചുണ്ടോ? പിന്നെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം.
നിങ്ങളുടെ ദിമാഗിൽ ആദ്യം നനച്ചത് നല്ലൊരു ഓംലെറ്റ് അടിക്കാൻ പോവേണമെന്നല്ലേ? എന്നാ അങ്ങനല്ല. എപ്രകാരമാണോ പൂവൻ കോഴിയെ വാങ്ങി കോഴിയെ കളഞ്ഞ് അതിന്റെ പൂ പറിച്ച് തോരൻ വെക്കുന്നത്, പൂവൻ പഴം വാങ്ങി പഴം കളഞ്ഞ് തൊലി തിന്നുന്നത്, കോള വാങ്ങി കോള കളഞ്ഞ് കുപ്പി തിന്നുന്നത്, അപ്രകാരമാണ് മുട്ട കളഞ്ഞ് മുട്ടത്തോട് വെച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഫോർ എ ഹൊറർ, മുട്ടത്തോട് കണ്ടെയ്ൻസ് ലോട്ട്സ് ഓഫ് കാൽഷ്യം. സോ അതുകൊണ്ട് ഇത് നമുക്ക് കഴിക്കാൻ നോ പ്രോബ്ലമോ. കുളിക്കാൻ തോർത്തുണ്ടെങ്കിലും കുടിക്കാൻ കരിക്കുണ്ടെങ്കിലും ഉടുക്കാൻ മുണ്ടുണ്ടെങ്കിലും കിടക്കാൻ വീടുണ്ടെങ്കിലും കടിക്കാൻ പട്ടിയില്ല അടിക്കാൻ പെണ്ടാട്ടിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറയണ അണ്ണന്റെ കാര്യം. എന്തിനാണ് അണ്ണ ഇതിപ്പോ ഉണ്ടാക്കി? ഇതിന്റെ ആവശ്യമല്ല ഉണ്ടായിരുന്നേ. അതിപ്പോ അന്ന ഉണ്ടാക്കലെന്ന് പറയാൻ അണ്ണാ കുഞ്ഞിന് പോലും അവകാശമില്ല. പിന്നെയാണ് ഞാൻ. അപ്പൻഡിക്സ് അഴകിരാവണമെന്നല്ല, അതിന് ആനയുടെ വലിപ്പവും ഇല്ല. അത് പണി തരും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അട്ട വറുത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി, കാലും നീട്ടിയിരുന്നാട്ടെ ക്യാൻസർ വന്ന് വിളിച്ചോളും. അശാസ്ത്രീയമായി ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടും എന്റെ അറിവില്ലായ്മയുടെ ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടും മാത്രം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ശരി എന്നാ, ഓക്കെ ബൈ. തട്ട് ദോശ തിന്നാൻ നേരം തട്ടിക്കൂട്ട് കണ്ടല്ലോ, തൊണ്ടി കുടുങ്ങി സത്തില്ലെങ്കി തണ്ണി കുടിച്ച് സാകാലോ, തണ്ണി കുടിച്ച് സാകാലോ. സുഹൃത്തുക്കളെ, സംഭവം ദോശയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനക്ഷേതമൊന്നുമില്ല. അല്ല, ഇതിപ്പോ ദോശ തന്നെ, അതായത് മേശ ഉണ്ടാക്കണതാ. ഇതിപ്പോ ആ കൺഫ്യൂഷൻ ആയല്ല. നാട്ടുകാരെ മെനക്കെടുത്ത ഓരോന്ന് ഇങ്ങനെ ഇരുന്ന് മെനക്കെട്ട് എന്തിനാണ് ഉണ്ടാക്കണ? ദോശദ്രോഹി ദഹനക്കേട് ദിവ്യന്റെ രൂപത്തിൽ ഇവന്റെ ഉള്ളിലാണ് അവതരിച്ചത്. ഈ ചൂട് കല്ലിൽ ചമ്രം മണന്നിരുന്ന് ദോശ ചൂട് അവന്റെ കൈ ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ നിരൂപിച്ചോ ഇയാളെ ചമ്മന്തി ഉണ്ടാക്കാൻ സ്വന്തം ചൂരല എന്നെയായിരിക്കും ഉപയോഗിച്ച. സ്ട്രീറ്റ് ഫുഡിൽ ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വീതിച്ചു കൊടുത്ത് ഫ്രീ ആയിട്ട് ഫിസ്റ്റുലയും ഫുഡ് പോയിസണും കൊടുക്കുകയാണ് ഇവരെല്ലാരും. ദോശ ഇച്ചിരി ചമ്മന്തിയും സാമ്പാറും രസവടിയും വെച്ച് അരവേറെ അടയ്ക്കുന്ന അപ്പൻ അപ്പൂപ്പന്മാര് വരെ അറിഞ്ഞ് തിന്നിരുന്ന സാധനം അവതാറ് പോലെ ആക്കി വെച്ചേക്കണ ഒരു അധർമ്മി. ഇനി ആ ദോശക്കകത്ത് പിടിച്ചിട എണ്ണ തേച്ച് കുളിക്കാൻ നിന്ന എട്ടുകാലിയും പല്ല് തേച്ച് പുളിക്കാൻ നിന്ന പുളിയും ചിക്കയും മാത്രമേ ഉള്ളൂ. ചീസും ചാമ്പലും ചൈനീസ് ചുണ്ണാമ്പോരുണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ദോശയല്ല, ഇത് ദ്രോഹം. ദോഷദ്രോഹം. ഉടലും ഉയരും ഉയർന്ന ചിന്താഗതിയുമുള്ള എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ലേസിന്റെ ലവണ്ടിക്ക ബാൽ മുതൽ അറ്റോമിക് സ്ട്രക്ചറിന്റെ അടിത്തറ വരെ ഇളക്കിയ ഒരു പരീക്ഷണം. തക്കാളി ഇല്ലാതെ തക്കാളി കറി ഉണ്ടാക്കിയേക്കണത്, അത് ലേസ് വെച്ച്. പവർ റേഞ്ചേഴ്സിന് വരെ പാചകം ചെയ്യാൻ പ്രാപ്തിയുള്ള പോങ്ങനാണ് ഇതുണ്ടാക്കിയ. പരീക്ഷണത്തിൽ പ്രമാണി, പാചകത്തിൽ പ്രധാനി, പുതുവത്സരത്തിൽ പൂച്ചാണ്ടിയാണിവൻ. ഈ റെത്തിക്കലി പോസിബിൾ അല്ലാത്ത കാര്യം പോലും പ്രാക്ടിക്കലി പോസിബിൾ ആക്കുന്ന ത്രീപ്പിന് തലയൻ. കൊള്ളാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കീമോതെറാപ്പിക്ക് പോരാൻ കൊടുക്കാൻ പറ്റൂ ഇത്. കീ കൊടുത്ത പാവം പോലെ കറങ്ങണ ഈ ലോകത്ത് കീരിക്കാടൻ ജോസിന്റെ സ്വഭാവം കാണിക്കണ ഒരുത്തൻ. മാനസികമായി ഞാൻ ഇതിനോടെല്ലാം പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ലേസ് സ്റ്റോക്ക് മാർക്കറ്റിലെ സുൽത്താനായി മാറിയിരിക്കുകയാണ്. ആപേക്ഷിക സിദ്ധാന്തത്തിന് ഒരു ആക്ഷേപമാണ് ഈ കറി. അതായത് ലോസ് ഓഫ് ഫിസിക്സ് ആർ ദി സെയിം എവ്രിവെയർ. ഞാൻ ഗന്ധർവ്വന്റെ ഡയലോഗ് പോലെ മാനാകാനും മുടിയാവാനും മാപ്രയാവാനും മാതകം ഉണ്ണയാവാനും കറിയാവാനും കാട്ടാനാവാനും കുൽസിത പ്രവൃത്തിയാകാനും ക്ഷണം നേരം മതി നമുക്ക്. ഇനിയിപ്പോ അവസാനം ഇത് ഉണ്ടാക്കി വരുമ്പോ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. കൊച്ചു നല്ല ടേസ്റ്റ് ആയിട്ടിരുന്ന് തിന്നണ്. ആരെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കി.